കഴിഞ്ഞ ദിവസത്തെ എൻ്റെ ഏതോ ഒരു ഹോസ്പിറ്റൽ വീഡിയോ അലമ്പ വീഡിയോ കണ്ടപ്പോൾ എനിക്കൊരു കുട്ടി ചോദിച്ചു, ചേച്ചി എന്താ പറ്റിയ പനിയാണ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന വീഡിയോ കണ്ടോന്ന് ചോദിച്ചു. സത്യം പറഞ്ഞ ഒരു നിമിഷം ഞാൻ ആഗ്രഹിച്ചു, ഈശ്വര പനി ആയിരുന്നെങ്കിൽ എന്ന്. ആദ്യമായിട്ടാണ് ഒരാൾ പറയണ കാര്യം സത്യമാവണേന്ന് വിചാരിക്കുന്നത്. അപ്പൊ എനിക്ക് റാൻഡംലി അങ്ങനെ മെസ്സേജസ് ഇപ്പോഴും വരുന്നുണ്ട് കേട്ടോ. വെച്ചാൽ ഞാൻ കുറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, പോകുന്ന ഇന്റർവ്യൂസിലൊക്കെ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ അസുഖം കൊണ്ടാണ് ഞാനൊരു സോഷ്യൽ മീഡിയയിലേക്ക് കുറച്ച് ആക്റ്റീവ് ആയത് തന്നെ. അപ്പോഴും ഒരുപാട് പേര് എനിക്കൊന്ന് റീസെന്റ് ഇങ്ങനെ ഫ്രണ്ട് ആവുന്നവർക്ക് എന്റെ പഴയ വീഡിയോസ് ഒന്നും കിട്ടുന്നുണ്ടാവില്ല. അവർ നോക്കുമ്പോൾ ഞാൻ ഈ അലമ്പ് കാണിക്കുന്ന വീഡിയോ ആയിരിക്കും കണ്ടവ. അപ്പൊ അത് അവരെ കുഴപ്പമില്ല, എന്റെ കുഴപ്പമാണ്. അപ്പം എനിക്കപ്പോ പുതിയ കുറച്ച് പേരിങ്ങനെ ആഡ് ആയിട്ടുള്ളവരോടാണ് എനിക്ക് എന്താ പറയാ, ഞാൻ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിലാണ്. ഇത് റീഓക്കറൻസ് ആണ്. 2019 എനിക്ക് ഫസ്റ്റ് അത് ട്രീറ്റ്മെന്റ് എല്ലാം അത് വന്നപ്പോൾ എനിക്ക് ബ്രസ്റ്റിനും പിന്നെ ഈ കയ്യിലോട്ട് ഇറങ്ങിയിട്ട് ലെഫ്റ്റ് ഹാൻഡിൽ നിന്ന് ലിംഫനോഡ്സ് ഒക്കെ ഒരു 70 ലിംഫനോഡ്സ് ഒക്കെ എടുത്ത് കളഞ്ഞു. അങ്ങനെ അത് ബാംഗ്ലൂര് ശ്രീശങ്കര എന്ന് പറഞ്ഞിട്ട് ക്യാൻസറിന് വേണ്ടി മാത്രമുള്ളൊരു ഹോസ്പിറ്റലായിരുന്നു ബസനഗുഡിയില്, നമ്മുടെ മെജസ്റ്റിക്കിന്റെ ഒക്കെ അടുത്ത്. അത് കഴിഞ്ഞിട്ട് വന്നത് 2023 ആ സമയത്ത് ഞാൻ കേരളത്തിൽ ആയിരുന്നു. ഞാൻ ഡോക്ടർ അനുപമയുടെ ട്രീറ്റ്മെന്റിലാണ്. അപ്പൊ ഇത്രയും ഞാൻ കേരളത്തിൽ വന്ന ശേഷം ഞാനൊരു എനിക്ക് തോന്നുന്നു 2021 ലാസ്റ്റ് വന്നു കേരളത്തില്. ആ സമയത്ത് ഫോളോ അപ്പ് എല്ലാം അനുപമ ഡോക്ടറിന്റെ ഇതിൽ തന്നെയാണ്. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും നമുക്ക് എനിക്കൊരു ലംപ് പോലെ ഫീൽ ചെയ്തു. അപ്പോൾ റീഓക്കറൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുക, ലംപ് റിമൂവ്, എനിക്ക് ഓർഗാൻസ് ഒന്നും എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബാംഗ്ലൂർ സേവ് ഓർഗാൻ അങ്ങനത്തെ ഒരു ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഓർഗാൻസ് ഒന്നും എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇപ്രാവശ്യം വീണ്ടും സെയിം സൈറ്റിൽ റീഓക്കറൻസ് വന്നപ്പോൾ ഓർഗാൻ മാറ്റാം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു അഡ്മിറ്റ് ആവണത്. അപ്പം അഡ്മിറ്റായി സർജറിക്കൊക്കെ നമ്മളിങ്ങനെ റീഓക്കറൻസ് ആകുമ്പോൾ നമ്മൾ ഒന്നും യൂസ്ഡ് ആയാലും ചില ഭിക്ഷക്കാരെ കാര്യം പറഞ്ഞാൽ ആദ്യമൊക്കെ ചില ബുദ്ധിമുട്ടുണ്ടാവും, പിന്നെ അല്ലെങ്കിൽ യൂസ്ഡ് ആവുമെന്ന് പറഞ്ഞ പോലെ നമ്മളിങ്ങനെ ഏതോ സിനിമയിലെ ആരെപ്പോലെയൊക്കെ ഇങ്ങനെ മസിലടിച്ച ഇന്നസെന്റ്, ഏതൊരു മോഹൻലാലിന്റെ മിഥുനത്തിൽ ഇന്നസെന്റ് നിൽക്കണ കൈയൊക്കെ കെട്ടി മസിലൊക്കെ പിടിച്ച് ഭയങ്കര കാര്യമായിട്ടൊക്കെ ഹോസ്പിറ്റലിൽ പോയതാ. അപ്പൊ നമുക്ക് ഓക്കെ ഓർഗാൻ റിമൂവ് ചെയ്യണു, പിന്നെ ലിംഫനോഡ്സ് ഒന്നും എടുത്ത് കളയുന്നു. ആ ഒരു ലിംഫനോഡ്സ് അത്രയ്ക്ക് അതാലോചിക്കാനുള്ള ബുദ്ധി എന്റെ തലയ്ക്കകത്തുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെ മനസ്സിലൊക്കെ പിടിച്ച് പോയി ഞാൻ ഓഫീസിൽ ടാറ്റയൊക്കെ പറഞ്ഞ് എല്ലാവരോടും അഡ്മിറ്റ് ആയതിനു ശേഷം വീഡിയോ കോളൊക്കെ ചെയ്ത് ഭയങ്കര പെർഫോമൻസ് ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് സർജറിക്ക് വേണ്ടി കിടന്ന സമയത്ത് എന്റെ തലേദിവസം എനിക്ക് പെറ്റ് സിറ്റിയുടെ റിസൾട്ട് കിട്ടി. അതൊരു 5-6 പേജ് ഉണ്ടായിരുന്നു. 5-6 പേജിലും എന്റെ ലെഫ്റ്റ് സൈഡിലെ കംപ്ലീറ്റ് ഓർഗാൻസ് ഇങ്ങനെ 1, 2, 3 എന്ന് പറഞ്ഞ് എണ്ണിത്തിട്ട് ഇതാക്കി വെച്ചിരിക്കുന്നു. അതായത് അത്രയും ഓർഗാൻസ് എഫക്റ്റഡ് ആയിട്ടുണ്ട്. അത്ര ഓർഗാൻസ് എന്ന് പറയുമ്പോൾ ഞാൻ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത പലതരം ഓർഗാൻസ്, അതായത് കേട്ടിട്ടൊക്കെ മറന്നുപോയ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഓർഗാൻസ് ഒക്കെ ഇങ്ങനെ എഫക്റ്റഡ് ആയിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ഓർഗൻ ഈശ്വരന്റെ ശരീരത്തിൽ അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പം അതായിരുന്നു അവസ്ഥ. അപ്പൊ അത് ഈ നമ്മുടെ CID മൂസയില് ഒരു ബോംബ് സീനില്, ഒരു ഫയറിൽ ബോംബ് വയ്ക്കുന്ന സീനില് ബിന്ദു പഠിക്കുന്നത് അയ്യോ എന്റെ ഫ്രിഡ്ജ്, അയ്യോ എന്റെ TV എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ അതേപോലെയാണ് ഈ ക്യാൻസർ ആയിട്ട് എന്റെ ശരീരത്തിലോട്ട് കയറിയിട്ട് പുള്ളി ഇങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോൾ പുള്ളി നോക്കിയപ്പോഴത്തേ ലങ്സ്, അതെടുത്ത് കഴിഞ്ഞപ്പോഴത്തേ ലിവർ, അതെടുത്ത് കഴിഞ്ഞപ്പോൾ കൊള്ളാലോ അഡ്രിനൽ ഗ്ലാൻഡ്, അങ്ങനെ എടുത്തെടുത്ത് ആശാൻ ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ്, അതായത് എനിക്ക് എന്റെ ശരീരത്തിലുള്ളതിലും കൂടുതൽ സ്പേസ് ആശാൻ സ്വന്താക്കി എന്നുള്ളതാണ്, ഇൻക്ലൂഡിങ് മൈ സ്കൾ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ബുദ്ധി ഇല്ലാത്ത കൊണ്ടല്ലേ, വർക്ക് ചെയ്യാത്ത കൊണ്ടല്ലേ? ഒരിക്കലല്ല, ബുദ്ധി കൂടിയതുണ്ടാവും. പുള്ളി നോക്കിയപ്പോൾ ഇത്രയും ബുദ്ധിയുള്ള ഒരു തലയോട്ടി ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ടാവില്ല. വെറൈറ്റി ആണല്ലോ. അപ്പൊ പുള്ളി വിചാരിച്ചു ഈ വെറൈറ്റി ആണല്ലോ വിചാരിച്ചു. അതാണ്, അല്ലാണ്ട് ബുദ്ധി ഇല്ലാഞ്ഞിട്ടല്ല. നിങ്ങളങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഞാൻ അതായിരുന്നു കണ്ടീഷൻ. ട്രീറ്റ്മെന്റിൽ തന്നെയാണ്. 2 years ആയിട്ട് ഇംപ്രൂവ്മെന്റ്സ് കാണിക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളെങ്ങനെയൊക്കെ തലകുത്തി നിന്നാലും മുകളിലുള്ള ഒരാള് എന്തൊക്കെയോ എഴുതി കൂട്ടിയിട്ടൊക്കെ വിടുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാൻ എപ്പോഴും പറയാനുള്ള ഒരു കാര്യം, എന്റെ കാര്യം പുള്ളി ഏതോ പാർട്ടിയുടെ ഇടയ്ക്ക് എഴുതിയതാണ്. എന്റെ ജാതകം 2 അടിച്ച് ഫിറ്റ് ആയിരിക്കുന്ന സമയത്ത് എഴുതിയതാണ്. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് മിസ്റ്റേക്കുകളാണ് അതിനകത്ത്. എഴുതിയ പുള്ളിക്കും വായിക്കുന്ന നമുക്കും ഒന്നും മനസ്സിലാകാത്തൊരു ജാതകമാണ് എന്റേത്. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ജാതകം ഞാൻ ജീവിതത്തിൽ വേറെ കണ്ടിട്ടില്ല. അപ്പോ അത് അങ്ങനെ ഇതായി. അപ്പൊ പിന്നെ ചോദിക്കും, അങ്ങനെ പറയുമ്പോ അടുത്ത ചോദ്യം, ചേച്ചി ഭയങ്കര ഹാപ്പിയാണല്ലോ വീഡിയോസിലൊക്കെ, ചേച്ചിക്ക് വിഷമില്ലാത്ത ആരാ കുട്ടി? എല്ലാവർക്കും വിഷമമുണ്ട്. എനിക്ക് നല്ല വിഷമമുണ്ട്. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ഞാനല്ല, ഞാൻ എന്നെ ശരിക്കും അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡോക്ടറോട് ചോദിക്കുക. നെഞ്ചത്തടി കരച്ചില് കൂകല്. അതിപ്പോ ഡോക്ടർ ഹബീബ് അദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ അവിടെ പോയിട്ട് ഈ നെഞ്ചത്തടിയും കരച്ചിലാകുമ്പോൾ ഈ വീഡിയോ എടുത്ത് ഏതെങ്കിലും മോട്ടിവേഷൻ വീഡിയോയുടെ താഴെ ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ട്. ആ ഒരൊറ്റ കാരണം കൊണ്ട് ഞാൻ ഡീസൻ്റ് ആയിട്ട് നടക്കണം. അല്ലാണ്ട് നിങ്ങൾ കാണാത്തൊരു ഞാനുണ്ട്. നെഞ്ചത്തിടിയും
അലറി വിളിക്കലും കരയലും ഒക്കെ ആയിട്ട് വിഷമമുണ്ട്. ആർക്കായാലും വിഷമം ഉണ്ടാവില്ല. നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ ആർക്കായാലും വിഷമം ഉണ്ടാവും. നമ്മുടെ ജീവിതം ഇങ്ങനെ കൈവിട്ട് പോയി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ എന്തും സംഭവിക്കും. ഓരോ പ്രാവശ്യം വേദന വരുമ്പോഴും വേദന എന്ന് വെച്ചാൽ ഒരു സ്ഥലത്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് കുഴപ്പമില്ല. ഇത് ഈ ഒരുപാട് സ്ഥലത്തായ കാരണം എന്തുകൊണ്ടാണ് വേദന എന്നറിയാത്തൊരു അവസ്ഥയൊക്കെ വരും. അപ്പോൾ അതൊക്കെയാണ് കണ്ടീഷൻസ്. പിന്നെ പറഞ്ഞാല് എന്താ പറഞ്ഞ ദൈവം വിചാരിക്കുന്ന പോലെ പോട്ടെ. എന്തായാലും പുള്ളി തന്നെ മേലോട്ടും ഉണ്ടാവില്ല ശല്യം. കാരണം ഫുഡ് ആൻഡ് അക്കോമഡേഷൻ തരേണ്ടി വരുന്നുള്ള ഒറ്റ കാരണം കൊണ്ട് പുള്ളി താഴെ നിർത്തിയേക്കണെന്ന് എനിക്കറിയാം. ഓക്കെ, അത് ആ ഒരു രീതിയിൽ അങ്ങ് പോട്ടെ വിചാരിക്കും. അപ്പൊ വിഷമമുണ്ട്, സങ്കടമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ ഹെൽപ്ലെസ് ആണ്. എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് ട്രീറ്റ്മെന്റ്സ് ഒക്കെ എടുത്തിട്ട് അത് പോയിട്ട് സൈലന്റ് ആയിട്ട് ഇങ്ങനെ പോവാന്നല്ലാണ്ട് അവിടെ ഞാൻ വെറും ഹെൽപ്ലെസ് ആണ്. എനിക്ക് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് വേദന ഇല്ലാത്ത. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ അറിയോ, ഒരു ദിവസം പോലും വേദന ഇല്ലാണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. ഒരു ദിവസം പോലും അതിനേതായിട്ട് പേടിയില്ലാണ്ട് ജീവിക്കുക. നാളെ എന്താവും, അല്ലെങ്കിൽ എനിക്ക് രാത്രി സന്ധ്യയ്ക്കാൻ പോയോ, രാത്രി എനിക്ക് എന്തെങ്കിലും പെയിന് കൂടുമോ. മിക്കപ്പോഴും രാത്രികളിലാണ് ഇതിങ്ങനെ തിരിഞ്ഞും പറഞ്ഞ് പെയിന് കൂടുന്നത്. അപ്പം ആ ഒരു ഇതില്ലാണ്ടൊക്കെ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. അപ്പോ പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല. പിന്നെ കുറെയൊക്കെ നമ്മൾ ഇതായി കഴിയുമ്പോൾ നമ്മൾ കുറെയൊക്കെ അങ്ങനെ യൂസ്ഡ് ആയ ഒരു പ്രത്യേക ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലെത്തും. അപ്പൊ പിന്നെ ഇതേപോലെ കിളിപോയ അവസ്ഥയിൽ മറ്റുള്ളവർക്ക് മോട്ടിവേഷനൊക്കെ കൊടുക്കും ഞാൻ. പക്ഷെ എന്റെ കാര്യം വരുമ്പോൾ ഞാൻ ഇങ്ങനെയൊന്നും അല്ല. ഞാൻ അന്തസ്സായിട്ട് നേരെ എന്റെ ഡോക്ടറോടൊക്കെ ചോദിച്ചാൽ മതി, അല്ലെ കീമോ വഴിയൊക്കെ ചോദിച്ചാൽ മതി. ഞാൻ വിളിക്കുന്നത്ര കൂകി വിളിച്ചിട്ട് ആ ഹോസ്പിറ്റലിൽ വേറെ ആരും ഉണ്ടാവില്ല. അപ്പൊ പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യാം. എന്താണ് നമുക്ക് പറഞ്ഞിരിക്കണെന്ന് അറിയില്ല. സോ നമ്മൾ വെയിറ്റ് ചെയ്യാം, നല്ലതിന് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ അതൊക്കെയാണ് എനിക്ക്. എങ്ങനെയാണ് ഈ ലാസ്റ്റ് എപ്പിസോഡ് എത്തി ഇമോഷണൽ ആയി കഴിഞ്ഞാൽ എനിക്ക് വാക്കുകൾക്ക് ക്ഷാമം വരും. അതുകൊണ്ട് ഞാൻ ഇമോഷണൽ ആവാത്തത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിലാണ്. എല്ലാവരും മുട്ടിപ്പോയി പ്രാർത്ഥിച്ചില്ല. നിങ്ങൾക്ക് ഇതേപോലെ ചളി പറയണ ഒരു കൂട്ടുകാരി എന്നെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഇതേപോലെ ഈ ലോകത്ത് വേറെ ഒന്നത്തിന് കിട്ടില്ല. റെയർ ആയിട്ടുള്ളൊരു പീസാണ്. എന്റെ അച്ഛന് മാത്രമേ എനിക്ക് തോന്നുന്നു ഈ ലോകത്ത് അബദ്ധം പറ്റിയിട്ടുള്ളൂ. അതുകൊണ്ട് എന്താ പറയാ, അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ഇതാണ് ട്രീറ്റ്മെന്റ് ആണ്, ഓൺഗോയിങ് ആണ്. ഇംപ്രൂവ്മെന്റ്സ് കാണിക്കുന്നുണ്ട്, മെഡിസിൻസ് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ.